കായിക കേരളം വീണ്ടും ഒരു ദുരൂഹ ഇടപാടിന്റെ കളിക്കളത്തിൽ കുടുങ്ങിയിരിക്കുകയാണ്. നമ്മുടെ കലൂർ സ്റ്റേഡിയം മെസ്സിയുടെ പേര് പറഞ്ഞൊരു പ്രൈവറ്റ് കമ്പനിക്ക് കൈമാറിയതിലെ ക്രമക്കേടുകളാണ് ഇപ്പോൾ എല്ലാവരെയും ഞെട്ടിക്കുന്നത്. നാക്കെടുത്താൽ കള്ളം മാത്രം പറയുന്ന ഒരു മന്ത്രി, ഫുൾ കേസുകളും ആരോപണങ്ങളുമുള്ള ഒരു സ്പോൺസർ, പിന്നെ CPM ട്രേഡ് യൂണിയൻ നേതാവായ ഒരു GDCA ചെയർമാനും. ഇവരെല്ലാം കൂടെ ജനങ്ങളിൽ നിന്ന് എന്താണ് ഒളിക്കാൻ നോക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട്. ജനങ്ങൾക്കാണെങ്കിലോ ഇവരെ ആരെയും ഇപ്പോൾ വിശ്വാസവുമില്ല. മെസ്സി കേരളത്തിൽ എത്തില്ലെന്ന് അറിഞ്ഞതോടെയാണ് ഈ കളികൾ വെളിച്ചത്ത് വരാൻ തുടങ്ങിയത്. സ്റ്റേഡിയം നവീകരണത്തിന് കൈമാറിയത് എന്ത് കരാറിന്റെ അടിസ്ഥാനത്തിലാണെന്ന് മാധ്യമങ്ങൾ ആവർത്തിച്ച് ചോദിച്ചപ്പോൾ കരാറുണ്ട് എന്നൊരു മറുപടി മാത്രമാണ് ഇവർ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി കിട്ടാതെ വന്നപ്പോൾ മാധ്യമപ്രവർത്തകർ വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ തേടി. ഇതോടെയാണ് എല്ലാവരും നിലപാട് മാറ്റിയത്. കായിക മന്ത്രിയും GDCAയും തമ്മിലുള്ള കുറച്ച് കത്തിടപാടുകൾ മാത്രമാണ് നിലവിൽ കരാർ എന്ന പേരിൽ ഇവർ അവതരിപ്പിക്കുന്നത്. ഒരു വ്യവസ്ഥയുമില്ലാത്ത വെറുമൊരു കടലാസിന്റെ ബലത്തിലാണ് സ്റ്റേഡിയം കൈമാറിയതെങ്കിൽ പ്രശ്നം അതീവ ഗുരുതരമാണ്. സർക്കാർ ഉടമസ്ഥതയിലുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു സ്റ്റേഡിയം ഒരു കരാറോ വ്യക്തമായ വ്യവസ്ഥകളോ ഇല്ലാതെ എങ്ങനെ ഒരു പ്രൈവറ്റ് കമ്പനിക്ക് കൈമാറി? എന്ത് നിയമത്തിന്റെ പേരിലാണ് അവർക്ക് ഇഷ്ടം പോലെ സ്റ്റേഡിയത്തിൽ മരം നടാനും മറ്റും അനുവാദം ലഭിച്ചത്? ഇത് നിയമവ്യവസ്ഥയെ തന്നെ വെല്ലുവിളിക്കുന്ന ഒന്നല്ലേ? മെസ്സിയുടെ പേര് വെറും ഒരു മറ മാത്രമായിരുന്നോ? ഫുട്ബോളിനേക്കാൾ വലിയ കളികൾ ഇവിടെ നടന്നിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ ഇടപാടിലെ എല്ലാ ദുരൂഹതകളും നീക്കി സത്യം പുറത്തു കൊണ്ടുവരാൻ സർക്കാർ തയ്യാറാവണം. ഇല്ലെങ്കിൽ കായിക മേഖലയിലെ ഈ കള്ളക്കളികൾ തുടരുക തന്നെ ചെയ്യും. ഈ സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാൻ സർക്കാർ ബാധ്യസ്ഥരാണ്.